ഇങ്ങനെ ഇരുന്ന സ്ഥലം ഞാൻ ഇങ്ങനെയാക്കി. എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളിന്നിവിടെ ഒരു കഫേയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ ഈ ഒരു സ്ഥലത്തിന് ഒരു കഫേയൊക്കെ ചേരുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ സ്റ്റിൽ ഞാൻ വിചാരിച്ചു നമുക്കിന്നൊരു കഫേ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. സോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ, കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് നേരെ പോവാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് യെല്ലോ ടെറാക്കോട്ടയാണ്. അപ്പോൾ യെല്ലോ ടെറാക്കോട്ട എടുത്തതിന് ശേഷം നമുക്ക് ഒരു എത്ര ബ്ലോക്കാണെന്ന് ചോദിച്ചാൽ ഒരു 7 ബ്ലോക്കിൽ ആദ്യം നമുക്ക് വെക്കാനുണ്ട്. അപ്പോൾ ഒരു 7 ബ്ലോക്കിൽ ലെങ്ത്തിൽ നമ്മൾ ഒരു നമ്മുടെ യെല്ലോ ടെറാക്കോട്ട വെച്ച് കൊടുക്കുക. ദെൻ ഇതിങ്ങനെയാണ് ഞാൻ വെച്ചത്, പക്ഷേ ശരിക്കും ഇങ്ങനെയല്ല വെക്കേണ്ടത്. സോ ഞാൻ പൊട്ടിച്ചതിന് ശേഷം നേരെ വെക്കേണ്ട രീതി തന്നെ വെക്കും. ജസ്റ്റ് ഞാൻ പ്ലാനൊന്നും ചെയ്യാതെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെ കുറേ പണികളുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കുഴപ്പമില്ല, നമ്മളെന്തായാലും നമ്മുടെ ബിൽഡ് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. സോ ആദ്യം തന്നെ നമ്മൾ അത്രയും പണിഞ്ഞു. ദെൻ മേപ്പോട്ടേക്ക് 4 ബ്ലോക്ക് ഹൈയിലാണ് വെച്ച് കൊടുത്തത്. ദെൻ അതുപോലെ തന്നെ അപ്പുറത്ത് ഈ സൈഡിലും 4 ബ്ലോക്ക് ഹൈയിൽ വെച്ച് കൊടുക്കണം. ആൻഡ് അതുപോലെ ഈ മേൾഭാഗം കണക്ട് ചെയ്യണം, ഇതുപോലെ കണക്ട് ചെയ്യണം. അപ്പം നമുക്കൊരു ഇത് കിട്ടുമല്ലോ. ഇതാണ് നമ്മുടെ കോഫി ഷോപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു കഫേയുടെ ഫ്രണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഗ്ലാസ് വേണം. ഗ്ലാസ് എടുത്ത് നമ്മൾ അതിൻ്റെ അകം ഫുള്ള് വെക്കണം. സോ ഞാൻ ഗ്ലാസ് എടുത്തിട്ട് വരാം. ഓക്കെ, അപ്പം നമ്മൾ ഗ്ലാസ് എടുത്തുകൊണ്ട് വന്നു. ദെൻ നമുക്ക് ഈ ഒരു ഉള്ളിൽ ഫുള്ള് വെച്ച് കൊടുക്കണം. അപ്പോൾ ഗ്ലാസ് വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. സോ നമ്മൾ അവിടെ ഫുള്ള് ഗ്ലാസ്സൊക്കെ വെച്ചു. ഇത് നിങ്ങൾ നോക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താഴോട്ട് വീഴുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ടെറാക്കോട്ട എടുത്തതിന് ശേഷം ഇവിടോട്ട് 3 ബ്ലോക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഞാൻ കറക്റ്റാണ് ചെയ്യുന്നത്. ഞാൻ അപ്പുറത്ത് ഇത് ചെയ്യണോ ഇപ്പുറത്ത് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് ഫസ്റ്റ് വന്നു ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പൊട്ടിച്ചെടുത്തത്. പക്ഷെ ഞാനിപ്പോൾ ലാസ്റ്റ് അവിടെ തന്നെയാണ് പണിയുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു സ്ഥലമായതുകൊണ്ട് നമുക്ക് ഒരു കറക്റ്റ് ഫ്രണ്ട് ഇങ്ങനെ സെറ്റാക്കാനുള്ളത് കുറച്ച് ടഫുള്ള പരിപാടിയായിരുന്നു. സോ എന്തായാലും ഞാൻ ഇവിടെ തന്നെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ വീണ്ടും നമ്മൾ 3 ബ്ലോക്ക് ഇവിടെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് താഴോട്ടേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോറായിട്ട് വരുന്നത്. ഫ്രണ്ട് ഡോർ ഉണ്ടല്ലോ, അതാണ് ഇത്. അത് കഴിഞ്ഞ് നമ്മളിതാ ഈ ബാക്ക് ഫുള്ള് ഈ ഒരു ഡീപ്പ് സ്ലേറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ബ്രിക്ക് വെച്ച് കൊടുത്തു. ദെൻ ഇവിടെ ആയിട്ട് ഒരു സംഭവം പണിഞ്ഞതിന് ശേഷം ഇവിടെ ഗ്ലാസ് വെക്കാണ്. ഈ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിരുന്നു, പക്ഷേ വീഡിയോ ഡൗൺലോഡ് ആയില്ല. പിന്നെ എനിക്ക് ഒന്നും കൂടെ പൊട്ടിച്ചിട്ട് വയ്യാത്തതുകൊണ്ടും ടൈം ഇല്ലാത്തതുകൊണ്ടും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. സൈഡ് ബാക്കിൽ കൂടെ ജസ്റ്റ് ഒന്ന് കറക്കി ബ്രിക്ക് വെച്ചു. പിന്നെ ഈ സൈഡിലായിട്ട് ഇതുപോലെ മിറർ വെക്കാൻ വേണ്ടി ഒരു സ്ഥലം ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. പിന്നെ ഒരു ബ്ലാക്ക് ബ്രിക്ക് ഒരു സ്ഥലത്ത് ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നത് ലൈക്ക് എൻ്റെ ബ്ലോക്ക് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ തട്ടിക്കൂട്ട് വെച്ചാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇനി ബ്ലോക്ക് കിട്ടുമ്പോൾ മാറ്റാം കേസ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് എന്താ അങ്ങനെ എന്നുള്ളൊരു മൈൻഡ് വെക്കണ്ട. ദെൻ ഞാൻ റൂഫ് നമ്മുടെ ഈ ഒരു ബ്രിക്ക് വെച്ചിട്ടാണ് ഫസ്റ്റ് ചെയ്തത്. പിന്നെ വിചാരിച്ചു പ്ലാങ്ക്സ് വെക്കാമെന്ന്. സോ ഞാൻ വീണ്ടും പ്ലാങ്ക്സ് എടുത്തതിന് ശേഷം ഇതൊക്കെ പൊട്ടിച്ചിട്ട് വെക്കുന്നുണ്ട്. സോ അത് കഴിഞ്ഞാൽ നമ്മുടെ റൂഫ് സെറ്റാവും. അപ്പോൾ ഫ്ലോറിന് വേണ്ടിയിട്ട് ഞാൻ ഓക്കിൻ്റെ പ്ലാങ്ക്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ആ പ്ലാങ്ക്സ് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഡേർട്ടൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഫുൾ ക്ലീൻ ആക്കിയിട്ട് നമ്മുടെ പ്ലാങ്ക്സ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ കോബിൾ സ്റ്റോൺ വെച്ചതിന് ശേഷം അതിന് മുകളിൽ നമ്മൾ ഈ ഒരു ഓക്കിൻ്റെ ലീവ്സ് ഉണ്ടല്ലോ അതാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു 2 ലെയറായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനൊരു ഫ്ലവർ അങ്ങനത്തെ ഒരു ഗാർഡൻ അങ്ങനത്തെ ഒരു എഫക്റ്റ് കിട്ടും. ആൻഡ് ഒരു പാവപ്പെട്ടവൻ്റെ ഒരു കോഫി ഷോപ്പ് അല്ലെങ്കിൽ ഒരു കഫേ ആയതുകൊണ്ടാണ് ലൈക്ക് ബാക്കിൽ വലിയ മലയൊക്കെ ഉള്ള സ്ഥലത്താണ് ഇവിടെ ഈ പാവപ്പെട്ട നമ്മുടെ വീടെല്ലാം നമ്മുടെ കഫേ ഉണ്ടാക്കുന്നത്. സോ അതൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഇവിടുത്തെ ഫ്ലോറിന് വേണ്ടിയിട്ട് സെയിം തന്നെ നമ്മളിവിടെ കുഴിച്ചതിന് ശേഷം നമുക്ക് പ്ലാങ്ക്സ് തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഫ്ലോറും സെറ്റാവും. പിന്നെ നിങ്ങൾ മാക്സിമം എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ നോക്കുക, ഇല്ലെങ്കിൽ സാഡാവും. സോ ഇനി നമുക്ക് സ്റ്റെയർസ് വെച്ച് കൊടുക്കാം. സ്റ്റെയർസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കസേരയായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കറക്കി നമ്മൾ ഈ കസേര വെച്ച് കൊടുക്കണം. ഇതിൻ്റെ ഇടയിൽ കൂടെ ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല, കാണാൻ രസമുണ്ട്. സോ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്.
അപ്പോൾ ആദ്യം നമ്മളിതുപോലെ കറക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. അവിടെ 4 പേർക്ക് ഇരിക്കാൻ പറ്റണ മാതിരി, ദെൻ കപ്പിൾസിനൊക്കെ ഇരിക്കാൻ പറ്റണ മാതിരി 2 വീതം വെച്ച് കൊടുക്കുന്നുണ്ട്. ഓർ ഫ്രണ്ട്സ് ആർക്കെങ്കിലുമൊക്കെ ഇരിക്കാമല്ലോ 2 പേർക്ക്. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് 2 കസേര വീതം വെച്ച് കൊടുക്കുന്നുണ്ട്. സോ അതും കൂടെ നമുക്ക് വെച്ചെടുത്ത് കഴിഞ്ഞാൽ സെറ്റാവും. പിന്നെ ഈ നടുക്കൂടി ഇങ്ങനെ വെച്ചേക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മെനു മറ്റ് സാധനങ്ങൾ ആർക്കാ എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കാൻ ഇതിനിടയിൽ കൂടെ പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആ നടുക്കത്തെ 2 പൊട്ടിച്ച് കളഞ്ഞു. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 കൂടെ ഈ സൈഡിൽ 2 അതിനിപ്പുറത്തെ സൈഡിൽ 2 അത്രയും കൂടെ വെക്കുമ്പോൾ നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ സെറ്റാവും. ഇനി നമുക്ക് ചെറിയ ടേബിൾ പോലത്തെ സംഭവം സെറ്റാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റേ ഈ ഒരു ഫെൻസ് എടുത്തിട്ട് ഇതിൻ്റെയൊക്കെ നടുക്കായിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിന് മുകളിൽ എന്തെങ്കിലും കാർപ്പറ്റ് വിരിച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചു, പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് ഞാൻ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ ഈ സംഭവത്തിൻ്റെ ഒക്കെ ഫെൻസിൻ്റെ ഒക്കെ മുകളിൽ കാർപ്പറ്റ് വിരിക്കാം. അപ്പോൾ മഞ്ഞ കാർപ്പറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ കാർപ്പറ്റ് എടുത്ത് നമ്മളിത് ഇവിടെ വിരിച്ചു കൊടുത്തു. ആൻഡ് അപ്പുറത്തും ഒരെണ്ണം കൂടെ വിരിക്കണം. പക്ഷേ എൻ്റെ കയ്യിൽ കാർപ്പറ്റ് ഇല്ലായിരുന്നു. സോ ഞാൻ എന്ത് ചെയ്ത് ഫുള്ള് ആ 2 സ്ഥലത്തും പൊട്ടിച്ച് കളഞ്ഞു. വേറെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയാൽ മതി, പക്ഷേ എനിക്ക് അതിന് വയ്യാത്തതുകൊണ്ട് ഞാൻ അത് ഫുൾ പൊട്ടിച്ച് കളഞ്ഞു. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് തോന്നുന്നു ഇതാണ് ബെറ്റർ ആയിട്ടുള്ളത്. മറ്റേനേക്കാളിലും അതാണ് നല്ലത് തോന്നുന്നു. ഇനി നമുക്ക് നമ്മുടെ ഈ റൂമിൻ്റെ ഉള്ളിൽ ഫുള്ള് സ്റ്റെയർസ് സെറ്റാക്കണം, ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ വെളിയിൽ ചെയ്ത പോലെ തന്നെ ഞാൻ ഇവിടെയും കറക്കിയിട്ട് സ്റ്റെയർസ്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റെപ്പല്ല അതിൻ്റെ പേര് ഞാൻ പറയാം, കസേര വെച്ച് കൊടുക്കണം. എന്നിട്ട് നേരത്തെ പോലെ തന്നെ ഇതുപോലെ നടുക്കൊരു ഇതുപോലെ കാർപ്പറ്റ് വിരിക്കണം. എന്നിട്ട് ഈ സൈഡിലായിട്ട് ഇതുപോലത്തെ ഒരു വെച്ച് കൊടുക്കാം. ഫുള്ള് കറക്കി മാത്രം വെച്ചാലും രസമില്ലല്ലോ, അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ മാറ്റുന്നത്. ഇപ്പോൾ ഞാൻ ഷെൽഫ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നമ്മൾ മൈൻക്രാഫ്റ്റിൽ പുതിയ ഷെൽഫൊക്കെ വന്നല്ലോ, അത് വെച്ച് കൊടുത്തു. ദെൻ ഇതിനകത്തൊരു കേക്കാണ് ഞാൻ ജസ്റ്റ് വെച്ച് കൊടുത്തത്. ഇനി ഈ ഫ്രണ്ടിലായിട്ടൊരു പ്ലാന്റ് വെച്ച് കൊടുക്കാം. ഇത് എന്തുവാ അല്ലിയും അങ്ങനെ എന്തോ പേരുള്ള ഈ ഒരു സംഭവം ചെടി വെച്ച് കൊടുത്തു. അപ്പോൾ ഗാർഡനിങ്ങും ഈ ഫ്ലവർ പോട്ടിൽ ചെടി വെക്കുന്നതൊക്കെ ഒരു ഇതിലുണ്ടാവുമല്ലോ. പിന്നെ ഇതുപോലെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കണമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ ആയിട്ട് നമ്മൾ കേക്കാണ് വെച്ച് കൊടുത്തത്. ബോറാണോ എന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ വെച്ചെടുത്തു. ദെൻ ഇതിൻ്റെ അകത്ത് ഇവിടെ ആയിട്ട് ഞാൻ ഈ ഒരു ഹണി കോമ്പാണ് വെച്ച് കൊടുത്തത്, എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം ആ ഒരു രീതിയിൽ നമ്മൾ വെച്ചെടുത്തതാണ്. സോ അത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ലാൻഡേൺ വെക്കാനുണ്ട്. ലാൻഡേൺ എന്തിനാന്ന് വെച്ചാൽ ഒരു ഇച്ചിരി വെട്ടമൊക്കെ വേണമല്ലോ, അല്ലെങ്കിൽ അറിയാമല്ലോ. സോ നമുക്ക് ലാൻഡേൺ വെച്ചെടുക്കാം. അപ്പോൾ അവിടെ ഇവിടെയായിട്ട് കുറേ ലാൻഡേൺസ് വെച്ച് കൊടുക്കാം റാൻഡമായിട്ട്. അപ്പോൾ അതോടെ കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും സെറ്റാക്കും. പിന്നെ ഈ സൈഡിലും ഒക്കെ വെട്ടം വേണമല്ലോ രാത്രിയിലൊക്കെ വരുന്നവർക്ക് കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയാണ് ഞാൻ ഇവിടെ ലാൻഡേൺ വെച്ച് കൊടുത്തത്. എൻ്റെ ഐഡിയ വിമാനം തന്നെ ആയതുകൊണ്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടു. സോ ഇത്രയും നമ്മളിതാ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഫൈനൽ ടച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ വൈറ്റ് വൂൾ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ 1 ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ വെക്കണം. ഇത് ഞാൻ മേപ്പോട്ട് കയറാൻ വേണ്ടി യൂസ് ചെയ്തതാണ് കേട്ടോ. അത് ജസ്റ്റ് പൊട്ടിച്ച് കളഞ്ഞേക്കാം. ഇനി അതുപോലെ തന്നെ ആ ഗ്യാപ്പ് വിട്ട സ്ഥലത്ത് നമ്മുടെ ബ്ലാക്ക് വൂൾ ഉണ്ടല്ലോ, അത് ആണ് വെച്ച് കൊടുക്കുന്നത്. ഇതെന്തിനാണ് വെക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല, എന്തെങ്കിലും ഒരു രസം ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ നമ്മളത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ അതും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഷോപ്പ് ചേലായിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. ഇതൊക്കെ എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ ബിൽഡ് ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും. പൊസിറ്റീവ് അടിച്ചിട്ട് കാര്യമില്ല, ഇതിനൊക്കെ കുറച്ച് കഴിവുകൾ വേണം ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ ലാസ്റ്റത്തെ ഒരു ഇതാണ് കേട്ടോ കാണിക്കുന്നത്. സോ ഈ ഒരു ബിൽഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കില്ല. ഇഷ്ടപ്പെട്ട് കാണും, അതെനിക്കറിയാം. അപ്പോൾ നമ്മളെ ബിൽഡ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും മാക്സിമം വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യുക, അത് മാത്രമാണ് പറയാനുള്ളത്. നിങ്ങളുടെ സപ്പോർട്ടാണല്ലോ എൻ്റെ ഒരു കരുത്ത്. സോ സ്ട്രോങ് ഗേൾ ആവാൻ നന്നായിട്ട് നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കില്ല. സോ ബൈ.